ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ JEE 2025 ജാനുവരി സെഷൻ ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാത്സ് റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ജാനുവരി സെഷൻ ഓവറോൾ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. പോരാത്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സെഷനിലേക്കും കൂടിയായിട്ടുള്ള കുറച്ച് സ്പെസിഫിക് സ്ട്രാറ്റജി എൻ്റെ കൂടെയുള്ള നിഷാദ് സാർ നമ്മളുടെ JEE ഫാക്കൽറ്റിയാണ്. അപ്പോൾ സാറും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത്. സോ നമുക്ക് സാറായിട്ട് ഡയറക്റ്റ് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ ഈ സെഷനിൽ സാർ ഓവറോൾ JEE 2025 മെയിൻസിൻ്റെ ഒരു ഓവർവ്യൂ എന്താ? പൊതുവിൽ എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ എക്സ്ട്രീംലി വളരെ എളുപ്പമായിരുന്നു. മാത്സും ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പ്രഡിക്റ്റബിൾ ആണ്. നോർമലി കണ്ടു കാണുന്ന പാറ്റേൺസ് തന്നെയാണ്. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ മാത്സിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ലെങ്തിയാണ്, കുറച്ചൊന്ന് സമയമെടുത്ത് കുറച്ച് സ്റ്റെപ്സ് അധികമായിട്ട് വരുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ എനിക്ക് തോന്നുന്നു 2024 നടന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇപ്പോൾ ഈ 2025 നമുക്ക് JEE വന്നിട്ടുള്ളത്. മാത്സിന്റെ കേസിൽ പാറ്റേൺ എന്തെങ്കിലും ചേഞ്ച് ഉള്ളതായി സാറിന് തോന്നിയിട്ടുണ്ടോ കഴിഞ്ഞ വർഷമായിട്ടുള്ള? കാര്യമായ ഒരു പാറ്റേൺ ഷിഫ്റ്റ് ഇല്ല. പിന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സിലബസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ചില ടോപ്പിക്കുകൾ, ഇപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൽ റിക്കറൻസ് റിലേഷൻസ്, അത് നമ്മൾ ടെലിസ്കോപ്പിക് സമ്മേഷൻ എന്ന് പഠിക്കുന്ന പോലെ അങ്ങനെ പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ല റിക്കറൻസ് റിലേഷൻ. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഈ ബൈനോമിയൽ തിയറത്തിൽ ഒരുപാട് നമ്പർ തിയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഈ പ്രാവശ്യം അത് ഒരു AP റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഡിവിസിബിൾ ബൈ 3 ബട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 9, അതൊരു ചൈനീസ് റിമൈൻഡർ തിയർ എന്ന് പറയുന്ന ഒരു ഒളിമ്പ്യാഡ് ടോപ്പിക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ സോൾവ് ചെയ്യാവുന്ന അങ്ങനെ ഒറ്റപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഓവറോൾ ട്രെൻഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു പാറ്റേൺ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യമായ ഒരു ഇന്നോവേഷൻ അവിടെ നടത്തിയിട്ടില്ല. സ്ഥിരമായുള്ള പാറ്റേൺ തന്നെ പിടിച്ച് അധികം അവർ കഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ ലാസ്റ്റ് ഷിഫ്റ്റിൽ ഇപ്പൊ ഇന്നലെ ഡിസ്കസ് ചെയ്തതിനകത്ത് ഒരു എന്താ പറയാ, ഒരു റിക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇന്നലത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ഷിഫ്റ്റ്. അതെ അതെ അതെ. അപ്പൊ അത് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു. അതിനകത്താണ് അങ്ങനെയുള്ള ഒരു ഔട്ട് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളത്. ബാക്കി ഷിഫ്റ്റുകളിലൊക്കെ ആസ് യൂഷ്വൽ പല ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റ് ബുക്കിലെ NCERT മിസലേനിയസ് NCERT എക്സംപ്ലർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ കണ്ടിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതേ ചോദ്യങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ പോലും മാറ്റാതെ ഡിറ്റോ ക്വസ്റ്റ്യൻ ഒരെണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ. PYQ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓഫ് കോഴ്സ്. അപ്പോൾ PYQ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് ലൈവ് ഡിസ്കഷനിലൊക്കെ ചെയ്തത്. അപ്പോൾ PYQന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മറക്കരുത്. ഇനി അടുത്ത സെഷൻ എഴുതാൻ പോകുന്ന ആൾക്കാർ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കണം. പിന്നെ ഡിലീറ്റഡ് ടോപ്പിക്സ് എന്ന് പറയാൻ മാത്സിൽ ഒരുപാട് അങ്ങനെ സംഭവങ്ങളില്ല. പക്ഷേ സിലബസിൽ നമുക്ക് അതെ അതെ ചോദിക്കുന്നുണ്ട്. സിലബസ് ഇപ്പോ 2024 പുതിയതായിട്ട് അനൗൺസ് ചെയ്ത സിലബസിൽ നിന്ന് പല ടേംസും എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊന്നും അവർ അതർ ചെയ്യാറില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് അതർ ചെയ്യാറില്ല. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ബൈ ഡിഫോൾട്ട് അത് പഠിച്ചോളണം എന്നാണ് അവരൊരു സംഭവം. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് NCERT നിന്ന് ഒഴിവാക്കിയതിന്റെ ഭാഗമായിട്ട് JEE സിലബസ് അവസാനം ഡിസ്കസ് ചെയ്തതിനകത്ത് പോലും പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിൽ എറർ ഡിലീറ്റ് മാക്സിമം ഒഴിവാക്കിയെങ്കിലും അതില്ലാത്തൊരു പരിപാടി ഇല്ല. അതേപോലെ അത് നമുക്ക് ഡിഫോൾട്ട് അറിയണം എന്നുള്ള ലോജിക്കിലാണ് മാക്സിമം വന്നിട്ടുള്ളത്. പിന്നെ ഒരു +2 ഓൺഗോയിങ് കുട്ടിയാണെങ്കിൽ അവന് ഇപ്പം പ്യൂർലി ഇപ്പോൾ ഒരു ബോർഡ് എക്സാം ബേസ്ഡ് മാത്രം പഠിച്ചൊരു കുട്ടിക്ക് എന്തായാലും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ട് ആയിരിക്കും. വലിയ സ്കോർ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു മാത്സിലൊക്കെ എല്ലാ ഷിഫ്റ്റിലും ഒരു 6 ക്വസ്റ്റ്യൻ മുതൽ 8 ക്വസ്റ്റ്യൻ വരെ ഒരു ഓൺഗോയിങ് സ്റ്റുഡന്റിന് വേണമെങ്കിൽ സ്കോർ ചെയ്യാവുന്നത് ഉണ്ടായിരുന്നു. കാരണം ഈ ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിനകത്തുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ പറയുന്നത്. അപ്പോഴും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. അതൊന്ന് തെരഞ്ഞു പിടിച്ച് നമ്മളെ മാക്സിമം എഫേർട്ടും ടൈമും ആ ഈസി ക്വസ്റ്റ്യൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അത് എളുപ്പമാണ്. എന്നിട്ട് മാക്സിമം ടൈം അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് സക്സസ്ഫുൾ ആയാൽ എനിക്ക് തോന്നുന്നു ഒരു ഓൺഗോയിങ് സ്റ്റുഡന്റിന് ഈ പ്രാവശ്യം ക്വാളിഫൈ ആവുന്നത് ആ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് ചില ചാപ്റ്റേഴ്സിന് കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ട്രെൻഡിൽ മാറ്റങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ തന്നെ ചില കുട്ടികളുടെ ഫേവറേറ്റ് ചാപ്റ്റേഴ്സ് ആണ് 3D വെക്ടർ ഒക്കെ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു. അത് അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. ആ പാറ്റേൺ ഒക്കെ അങ്ങനെ തന്നെയാണ്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ വേരിയൻസ് പ്രോബ്ലംസ് നല്ലോണം വരും. അത് അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇനിയിപ്പോ അത് ഏപ്രിൽ സെഷനിൽ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതെ, ഉറപ്പായിട്ടും. അപ്പൊ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അല്ലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് സാർ എന്ന് പറഞ്ഞത്? ചാപ്റ്റേഴ്സ് പലവട്ടം പറഞ്ഞാണ്. 3D വെക്ടർ, സീക്വൻസ് ആൻഡ് സീരീസ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ ആൻഡ് വേരിയൻസ് പ്രോബ്ലം, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് പ്രോബ്ലം, പിന്നെ ഡിറ്റർമിനൻസിലെ തന്നെ ക്രാമേഴ്സ് റൂള്. ഇത്രയൊക്കെ പ്രോപ്പർ ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 ക്വസ്റ്റ്യൻ പുട്ട് പോലെ കിട്ടും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. മാത്സിൽ 8 എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ബിഗ് നമ്പർ, വലിയ നമ്പറാണ്. കാരണം മാത്സിലാണ് ഡിഫറൻസ് കൊണ്ടുവരിക. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇനി
ഫേസ് 1 ഒരു കുട്ടി എഴുതി, അത്യാവശ്യം പ്രിപ്പറേഷൻ എഴുതിയിട്ടൊക്കെ ഫേസ് 1 എഴുതി, എന്തായാലും ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏപ്രിൽ സെഷൻ എഴുതാനും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കുട്ടീനോട് എന്താ സാറിന് പറയാനുള്ള മാത്സിന്റെ കേസിൽ? അവന്റെ എങ്ങനെ പഠനത്തിൽ മാറ്റങ്ങൾ വരണം? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുവച്ചുള്ള ട്രെൻഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാനുവരി ഫേസ് ഈസ് ആക്ച്വലി ഈസി. ജാനുവരി ഫേസിൽ നമുക്ക് ഒരു 97% കിട്ടാനുള്ള സ്കോർ മതിയാവില്ല ഏപ്രിലേക്ക് വരുമ്പോഴേ. കാരണം അതിന്റെ റീസൺ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം. കാര്യം ഈ വളരെ ചെറിയ പെർസെൻറ്റേജിൽ കിട്ടുന്ന ആളുകളൊന്നും ഏപ്രിലേക്ക് പിന്നീട് വരില്ല. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ പുറകിൽ നിന്ന് ആളുകൾ ഒഴിയാണ്. പുറകിൽ നിന്ന് ആളുകൾ ഒഴിയുമ്പോൾ പ്രശ്നം പിന്നെ നമ്മളായിരിക്കും പുറകിൽ. അപ്പോൾ ഏറ്റവും കോമ്പറ്റീഷൻ, അതായത് സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾ ഫസ്റ്റ് റാങ്ക് ആക്കാൻ, തേർഡ് റാങ്ക് കിട്ടിയ ആൾ സെക്കൻഡ് റാങ്ക് ആക്കാൻ, ഇങ്ങനെ ഈ കോമ്പറ്റീഷനാണ് ആക്ച്വലി ഏപ്രിലിൽ നടക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന്റെ 97%, 97.5% നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒക്കെ ആ ഒരു കോമ്പറ്റീഷൻ കൂടുതലായിട്ട് കാണും. എനിക്ക് തോന്നുന്നു ജാനുവരിയിൽ കിട്ടിയതിനേക്കാളും ഒരു 30-40 മാർക്ക് അധികം മേടിച്ചു കഴിഞ്ഞാലും പെർസെൻറ്റേജിൽ കാര്യമായ ഒരു ഡിഫറൻസ് ഏപ്രിലിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതെ, ജാനുവരി ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ ഇനി അത് പറയുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഏപ്രിൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് മാക്സിമം സ്കോർ ചെയ്യുക. ഇപ്പോൾ ജാനുവരിയിൽ കിട്ടിയ സ്കോറിനേക്കാൾ ഒരു 50 മാർക്കോ 60 മാർക്കോ കൂടുതൽ മേടിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഏപ്രിലിൽ അല്ലാതെ ഒരു 10 മാർക്കോ 15 മാർക്കോ കൂടുതൽ മേടിച്ചതുകൊണ്ട് ഏപ്രിലിൽ കാര്യമായ ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഒരുപക്ഷെ പെർസെൻറ്റേജിൽ കുറഞ്ഞേക്കാം. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇനി 2 months ഓൾമോസ്റ്റ് ഉണ്ട് നമുക്ക് സെഷനിലേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു 2 monthിലേക്ക് ഇനിയിപ്പോൾ മാത്സിന്റെ കേസിൽ പ്രിപ്പറേഷൻ ഇനി വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓൺ ഗോയിങ് കുട്ടിയാണെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ട് ബോർഡ് എക്സാം ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. സെലക്റ്റഡ് ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്, അതിൽ തന്നെ ചാപ്റ്റർ എന്നുള്ളതിലുപരി ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെ ഐഡന്റിഫൈ, കാരണം അങ്ങനെ ടൈപ്പ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലൊന്നും അങ്ങനെ വലിയ വിഷമം കാണിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ടൈപ്പുകളാക്കി അങ്ങനെ തന്നെ അതേ ടൈപ്പിൽ വരുന്ന ഇപ്പോൾ എക്സാം കോളേജ് പോലുള്ള വെബ്സൈറ്റുകളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും. ചാപ്റ്റർ വൈസ് അല്ല, ടോപ്പിക് വൈസ്. അങ്ങനെ ടോപ്പിക് വൈസ് ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ആ പാറ്റേൺ കാണുന്നു, അത് ഐഡന്റിഫൈ ചെയ്യുന്നു, വേഗം മെത്തേഡ് എടുത്ത് സോൾവ് ചെയ്ത് ഇനി നടക്കുള്ളൂ. ഒരുപാട് ടൈം ലാഭിക്കാനും. അതെ. കാരണം ചില സെഷനിലൊക്കെ ടൈം ചില ആൾക്കാർ 28th കേസിൽ പറഞ്ഞിട്ട് ഒരുപാട് ലെങ്തി ചോദ്യങ്ങളുണ്ട്, ടൈം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പരന്ന വായന കൊണ്ടും ഒരുപാട് കണ്ടന്റുകൾ അന്വേഷിച്ചുള്ള ഒരു പരതൽ കൊണ്ടും ഏപ്രിലേക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ലെക്ചർ ഒന്നും ഒരുപാട് ഇനി കാണുന്ന ഒരിക്കലും നിർബന്ധം. ലെക്ചർ ഒന്നും ഇനി ഒരു കാണുന്ന ഒരു കാര്യമില്ല. ആണെങ്കിൽ സ്കിപ്പ് അടിച്ചതാണെങ്കിൽ അതിന്റെ നോട്ട് വായിച്ചാലും മതിയാവും. അപ്പോൾ മെയിൻലി മാത്സിന്റെ കേസിലും പാറ്റേൺ ചേഞ്ച് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ ഓവറോൾ ഒരു ഒറ്റ നോട്ടത്തിലുള്ള വിലയിരുത്തൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉള്ള ഏപ്രിൽ സെഷനിൽ എന്ത് ചെയ്യാം, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർസെൻറ്റേജിൽ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇനി അഡ്വാൻസ് പോലെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് അല്ലെ ക്വാളിഫൈ ചെയ്തവർക്ക് വേണമെങ്കിൽ നേരം എന്ത് ചെയ്യാം, അതിൻ്റെ രീതിയിലേക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് അത്ര തന്നെയുള്ളൂ. ജാനുവരിയിൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ആളുകൾ 97.5 98% ജാനുവരിയിൽ കിട്ടുന്ന ആളുകൾ ഒരിക്കലും പിന്നെ ഏപ്രിൽ JEE വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടതില്ല. ദേ ക്യാൻ ഡയറക്ട്ലി ഗോ ടു JEE അഡ്വാൻസ്. അല്ല പിന്നെ അംബീഷ്യസ് അല്ലാത്തവരാകണം, അതായത് മതി എന്നുള്ളവരാവണം. അപ്പോൾ അതായത് ഇപ്പം ഇനി ഏപ്രിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിഡിലനായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഓവറോൾ ഇപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയത്ത് ഇത്രയും നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ് ടു ഫേസ് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു സെഷൻ നമ്മൾ ഈ February 4th എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു വെബിനാർ ആയിരിക്കും. അപ്പോൾ അത് താഴെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. അത് എക്സ്ക്ലൂസീവാണ്, രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതേപോലെ എക്സ്പേർട്സിനോട് എന്ത് ചെയ്യാം, സംസാരിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനി കുറച്ച് ശ്വാസമൊക്കെ വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ റിലാക്സ് ചെയ്തിട്ട് അടുത്ത പ്രിപ്പറേഷന് വേണ്ടി ചെയ്യാം. ശരി, താങ്ക് യു.